അതുപോലെ തന്നെ ഫഹദ് ഫാസിലിന്റെ ഒരു എന്താ പറയാ റിയോൺ ഇൻട്രൊഡ്യൂസിങ് ഫാഫ എന്ന് പറയുന്ന പോലെ കിഡിലുമാണ്. പുള്ളിയുടെ ഒരു മാസ് ആക്ഷൻ കോമഡി സാധനമാണ് ഇപ്പം ഇറങ്ങിയേക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അടിച്ച് പൊളിയെ കാണാം. ഫുൾ എന്റർടൈൻമെന്റ് ആണ്. സീരിയസ് ആയിട്ട് പറയുവാണെങ്കിൽ എല്ലാവരും വന്ന് കാണുക. ഗംഭീര ക്യാരക്ടറാണ്. എന്താ പറയാ, നമ്മള് കണ്ട് ഇതുവരെ നമുക്ക് ഫഹദ് ഫാസിലിനെ ഇതുവരെ കണ്ടും പരിചയമില്ലാത്തൊരു തരത്തിലുള്ള റോളാണ് പുള്ളിയുടെ. ഒരു വെറൈറ്റിയാണ്. രോമാഞ്ചത്തിലുള്ള സജിൻ ഗോപു എന്നുള്ള പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എക്സലന്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ അഭിനയമൊക്കെ ഒരു രക്ഷയില്ല. പിന്നെന്താ, ഫഹദ് അടിപൊളിയായിട്ടുണ്ട്. സൗണ്ട് നന്നായിട്ട് അറ്റ്മോസ്ഫിയർ തന്നെ കാണാൻ നോക്കുക. കാരണം സൗണ്ട് നല്ല ഇമ്പോർട്ടന്റ് ആണ് പടത്തില്. മ്യൂസിക് നന്നായിട്ട് സുഷി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഫസ്റ്റ് ഹാഫ് കിട്ടില്ലായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഓക്കെ എന്നുള്ള രീതിയിൽ ഇത്രേ ഉള്ളൂ. അടിച്ചുപൊളിപ്പടാണ്. കഥയ്ക്ക് തന്നെ ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷെ അടിച്ചുപൊളിപ്പടാണ്. ഫസ്റ്റ് ഹാഫ് ആണ് ഫുള്ള് രസം. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ. മാസ് പ്ലസ് കോമഡി മാറി വരും വന്നു. മാസ് കോമഡിയായിട്ട് മെയിൻ ഐറ്റം. ചിരിപ്പിക്കാൻ മാസ് ചെയ്യുക സംഭവം. ഫാഫ തന്നെയാണ്. ഫാഫയും സജിനും കൂടി അഴിഞ്ഞാട്ടമാണ്. രോമാഞ്ചത്തിന് മുകളിൽ പോയിട്ടില്ല. രോമാഞ്ചം ഫുൾ കോമഡി ആണല്ല. അത്ര ഫുൾ ഓൺ അത്ര കാരണം ഇത് ഫഹദും സജിനും ഒറ്റയ്ക്കും ചെയ്യണമല്ല. മറ്റേത് ഫുൾ ടീം ഉണ്ടായല്ല രോമാഞ്ചത്തില്. അത്ര എത്തിയിട്ടില്ല, പക്ഷെ എന്നാലും നല്ലതാണ്, കണ്ടിരിക്കാം. മൊത്തത്തിൽ അടിപൊളിയാണ്. മറ്റേ ഇങ്ങനെ ജിൽ ജിൽ പടവാ. ഫേസ് അല്ല, ഭയങ്കര മ്യൂസിക് ഒക്കെ അങ്ങനത്തെ അടിപൊളി പടം. അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. അത്രയ്ക്ക് എന്റർടൈനിങ് ആണ്. അപ്പൊ അതിന്റെ ഇത്രയും നാളും കണ്ടിട്ടില്ലാത്ത ഒരു അതുപോലത്തെ അല്ല, വേറൊരു ടൈപ്പ് ഒരു പടമാണ്. അടിച്ചുപൊളിയാണ്. പിന്നെ ഹിപ്സ്റ്ററും റോഷൻ ഷാനവാസൊക്കെ ആണെങ്കിൽ തന്നെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. വില്ലൻ ക്യാരക്ടർ ചെയ്ത കുട്ടി മിഥുൻ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. രോമാഞ്ചിനെക്കാളൊക്കെ അടിപൊളിയായിട്ടാണ്. ഫാഫ, ഹിപ്സ്റ്റർ, റോഷൻ, മിഥുൻ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. തകർത്തു. സജിൻ ചേട്ടൻ, സജിൻ ഗോപു എല്ലാവരും നന്നായിട്ട് ചെയ്തു. വർക്ക് ചെയ്ത പാടാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സ്റ്റോറി അല്ല സംഭവം, ഇത് ഫുള്ള് മാസാണ്. മാസും കോമഡിയും ഇമോഷനും എല്ലാം അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര രണ്ട് എൻഡും അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര എക്സ്ട്രീമും ഭയങ്കര എല്ലാം നന്നായിട്ടുണ്ട്. അടിപൊളി ആവേശം തന്നെയാണ്, മാറ്റല്ല. ഭാഗത്തൊക്കെ സൂപ്പറാണ്. പടം മൊത്തത്തിൽ അടിപൊളിയാണ്. നമ്മൾ രോമാഞ്ചം കണ്ട അതേ ഫീല് നമുക്ക് ഇവിടെയും കിട്ടുന്നതാണ്. അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ആ ഒരു പേര് എന്നും എപ്പോഴും നിൽക്കുന്നത് ഇങ്ങനത്തെ ഉള്ള കണ്ടന്റ് ഇറക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും നല്ല റിവ്യൂ ആണ്. മൊത്തത്തിൽ മലയാള സിനിമ അടിപൊളി ആയിക്കൊണ്ടിരിക്കുകയെന്നാണ് പറയാം. പിന്നെ ഫഹദ് ഫാസിലിന്റെ ഷോ ആണ് പടം കംപ്ലീറ്റ് ആയിട്ടും. ജിത്തു മാധവൻ എന്ന ഡയറക്ടർ ആണെങ്കിലും നമ്മൾ ആ ഒരു ഹോപ്പ് നമുക്ക് ഒരിക്കലും പോകുന്നില്ല പുള്ളിയോടുള്ള. ഇനിയും നമ്മൾ പുള്ളിയുടെ കണ്ടന്റ് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ പടം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. വിഷു അടിച്ച് പൊളിക്കാൻ. കാരണം ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, സുഷിൻ ശ്യാമിന്റെ മ്യൂസിക് ആണെങ്കിലും എല്ലാം മൊത്തത്തിൽ മ്യൂസിക് നമ്മളിങ്ങനെ അതിൽ അങ്ങ് ലയിച്ചിരിക്കും. കാരണം സിനിമക്ക് വേണ്ടതായിട്ടുള്ള രീതിയിൽ ഇടുന്നത്. അല്ലാണ്ട് മ്യൂസിക്കിന് വേണ്ടിയിട്ട് കുറെ സ്പേസ് കൊടുക്കലോ അങ്ങനെയൊന്നുമല്ല. സീന് കറക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ത്രില്ലടിച്ചിരിക്കുന്ന പോലാണ്. പിന്നെ സമീർ തായന്റെ DOP ചില സീൻസൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ആ ഒരു ആവേശം നമുക്ക് വരും. സിനിമയിൽ നമുക്കത് കിട്ടും. അതൊരു ഫീലാണ്. അത് തിയേറ്ററിൽ തന്നെ അനുഭവിക്കണം. OTT ഒന്നും വെയിറ്റ് ചെയ്യാൻ നിൽക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ.